അമേരിക്കൻ ആയുധപ്പുരകൾ കാലിയാണെന്ന് റൊണാൾഡ് ട്രംപ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിരിക്കുന്ന റൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ലോകത്തെ മുഴുവനും അതിശയിപ്പിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കമാണ് അമേരിക്കയിലുടനീളം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് എന്ന തരത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്നു, വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ വരുന്നു. വലിയ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഈ നിലവിലെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം, ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം നേരിടുന്നു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു നിലപാട് റൊണാൾഡ് ട്രംപ് എടുക്കാനുള്ള കാരണം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അമേരിക്കയുടെ രണ്ട് സ്ഥാനാർത്ഥികളും അതിശക്തരാണ്. ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു. റൊണാൾഡ് ട്രംപ് ആണെങ്കിൽ വലിയ 2-3 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ആ പ്രതിസ്ഥാനത്തുള്ള റൊണാൾഡ് ട്രംപിന് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനമൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ കോടതി ഈ നിലപാടിനെയൊക്കെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാമെന്നുള്ള നിലപാടിലേക്ക് എത്തിയതോടുകൂടി റൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ജനസമ്മതി വർദ്ധിക്കുകയും ചെയ്തു. അതോടനുബന്ധിച്ച് വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന് നേരെ വെടിവെപ്പുണ്ടാകുന്നു, അദ്ദേഹത്തിന്റെ ചെവിക്ക് വെടികൊള്ളുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ അമേരിക്കയിൽ ഉടനീളം ഉണ്ടാകുന്നു. സുരക്ഷാ വീഴ്ചയാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനെതിരെ തിരിയുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായി ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിരിക്കുന്ന രൂപത്തിലൂടെ അമേരിക്കയുടെ രാഷ്ട്രീയം തിളച്ചു മറിയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അങ്ങനെ അവസ്ഥകളൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റം വന്ന് കുറേയൊക്കെ നിലവിലെ ജോ ബൈഡന് തന്നെ സ്വാധീനം ഉണ്ടാകുന്ന മേഖല ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. നവംബർ മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് എന്നതിനാൽ വലിയ പ്രചരണം രണ്ട് കൂട്ടർ ഇപ്പോൾ നടത്തുന്നു. ജനകീയപരമായ രീതിയിൽ തങ്ങൾക്കുണ്ടാകുന്ന സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തുന്നു. മുൻപ് കഴിഞ്ഞതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതും ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിലയിരുത്തലുകളും നിലപാടുകളും രണ്ട് വിഭാഗങ്ങളും പരസ്പരം പറയുന്ന സമയത്ത് വലിയ ഏറ്റുമുട്ടലുകൾ തന്നെയാണ് രാഷ്ട്രീയപരമായ രീതിയിൽ അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് അല്ലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് വിവാദമാവുക എന്നുള്ളത് അമേരിക്കയിൽ സാധാരണഗതിയിൽ ഉണ്ടാവാത്ത വിഷയമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പൊതുവായിരിക്കുന്ന കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൈചാരുന്ന ഒരു പ്രവർത്തനങ്ങളൊന്നും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. മുൻ പ്രസിഡന്റ് ആണെങ്കിലും നിലവിലെ പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ ഔദ്യോഗികമായിരിക്കുന്ന സ്ഥാനം വഹിച്ചിരിക്കുന്ന ഗവൺമെന്റ് പ്രതിനിധി ആണെങ്കിലും ഒക്കെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ രാജ്യത്തിന്റെ കൂറ് പുലർത്തുന്നു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും പറയാതെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഈ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നു. റൊണാൾഡ് ട്രംപ് സ്ഥാനാർത്ഥിത്വവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നതോടുകൂടി സ്ഥിതിക്ക് വലിയ മാറ്റം വന്നു. വലിയ രീതിയിലുള്ള അങ്കക്കുറികൾ തന്നെയാണ് അവിടെ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ആയുധപ്പുര കാലിയാണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് മാനങ്ങളും ഒരുപാട് അർത്ഥങ്ങളുമുണ്ട്. ലോകത്തിൽ ഏറ്റവും ആയുധശക്തമായിരിക്കുന്ന രാജ്യമായിരിക്കുന്ന അമേരിക്കയുടെ ആയുധപ്പുരകൾ കാലി എന്ന് പറഞ്ഞാൽ ആ അമേരിക്കയ്ക്ക് വല്ലാതൊന്നും രാഷ്ട്രീയപരമായ രീതിയിൽ വ്യത്യസ്ത ലോക രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായ രീതിയിൽ പറയുകയാണ് ട്രംപ് ഈ വിഷയത്തിലൂടെ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ആയുധപ്പുരകൾ കാലിയാകുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സുരക്ഷ പോലും വകവെക്കാതെ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ അമേരിക്ക ഇടപെടുകയും അവർക്ക് ആയുധപരമായിരിക്കുന്ന സഹായങ്ങളും സൈനികപരമായിരിക്കുന്ന സഹായങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം ചെയ്തു വരുന്ന ഒരു പ്രവർത്തനം ജോ ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷം തുടർച്ചയായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്നാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത്. പാലസ്തീനിലെ സംബന്ധിച്ച് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന എല്ലാവിധ നരമേധത്തിന്റെയും ആയുധപ്പുരകൾ അമേരിക്കയുടേതാണ്. കപ്പൽ കണക്കിനാണ് ആയുധങ്ങൾ നിത്യേന എന്നോണം ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ്, അത് മേഡ് ഇൻ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ പാലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്, സ്ഫോടനം നടത്തുന്നത്, ആളുകളെ കൊല്ലുന്നത്. ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആയുധം കൊണ്ട് ഇസ്രായേലിലെ സൈനികർ ചെയ്യുന്നതാണ്. അത് ലോകത്തിന് അറിയാവുന്ന കാര്യവുമാണ്. ഇപ്പൊ തന്നെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും സൈനിക സംവിധാനങ്ങളും അതിന്റെ കവചിത വാഹനങ്ങളും ഒക്കെ നൽകുന്നത് അമേരിക്കയാണ്. മറ്റൊരു രാജ്യവും അത്രത്തോളം ശക്തമായ രീതിയിൽ ചെയ്യുന്നില്ല
എന്നുള്ളിടത്താണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എന്തിനാണ് അങ്ങനെ? രണ്ട് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യം എന്താണ്? എന്ത് നേട്ടമാണ് അമേരിക്കക്ക് അതുകൊണ്ടുണ്ടാവുക? സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയല്ലാതെ. അതിന്റെ കാര്യം പറയുന്നത്, ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായത്തിന് അതല്ലെങ്കിൽ സൈനിക സഹായത്തിന് തിരിച്ച് പ്രതിഫലം നൽകാൻ വേണ്ടി സാധിക്കുകയില്ല. സാമ്പത്തിക രംഗം തകർന്നിരിക്കുന്നു, ടൂറിസം മേഖല തകർന്നിരിക്കുന്നു, സർവ്വ മേഖലയിലും സാമ്പത്തിക വരുമാനമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാറിയിരിക്കുകയാണ്. ആ രാജ്യത്തിലേക്ക് വീണ്ടും വീണ്ടും സഹായിക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു കടബാധ്യതയായി നിലനിൽക്കുക എന്നല്ലാതെ തിരിച്ച് ഒരു മടക്കിയിട്ടുള്ള ഒരു പണം തിരിച്ചു തരുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല എന്ന് ട്രംപ് യഥാർത്ഥത്തിൽ പറയാതെ പറയുന്നു. നേരെ ഉക്രൈനിലേക്ക് പോയാലും സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള അവർ രണ്ട് രാജ്യങ്ങൾക്കുള്ള ഇടയിലുള്ള ആഭ്യന്തര വിഷയങ്ങളാണ്. എന്തിനാണ് അമേരിക്ക അതിൽ ഇടപെടുന്നത്? എത്രാനും കോടി ഡോളറിന്റെ സഹായമാണ് അമേരിക്ക ഓരോരോ മാസത്തിലും ഈ ഉക്രൈന് വേണ്ടി നൽകുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അത് അവരാണ് സംരക്ഷിക്കേണ്ടത്. അമേരിക്കക്ക് അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അമേരിക്ക അതിന് സൈനികപരമായ രീതിയിൽ നഷ്ടമുണ്ടാവുന്നു എന്നത് മാത്രമല്ല, ലോക രാജ്യങ്ങൾക്കിടയിൽ, മൂന്നാം ലോക രാജ്യങ്ങൾക്കിടയിലും അമേരിക്ക ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ലോകം ഇപ്പോൾ ഇസ്രായേലിനെ കാണുന്നത്? സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് അമേരിക്കക്ക് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് അമേരിക്കക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ ഈ തെറ്റായിരിക്കുന്ന നിലപാടാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് കൃത്യമായ രീതിയിൽ പറഞ്ഞത്. രാജ്യത്തിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യമാണ്, പ്രതിരോധവുമായി ബന്ധപ്പെട്ട ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി തങ്ങളുടെ രാജ്യത്തിന്റെ ആയുധപ്പുരകൾ കാലിയാണ് എന്ന് പറയുന്ന സമയത്ത് അതിന് ഗൗരവപരമായിരിക്കുന്ന അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരോ ദിവസം അവിടെ അമേരിക്കയുടെ റോഡിലൂടെ മുഴുവനും പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് അവർ വിളിച്ച വളരെ പ്രധാനമായിരിക്കുന്ന മുദ്രാവാക്യം, ഇന്ന് എത്ര കുട്ടികളെ കൊന്നു, ഇന്നെത്ര സ്ത്രീകളെ കൊന്നു, എത്ര ആയുധങ്ങളാണ്, എത്ര ടൺ ആയുധമാണ് ഇന്ന് നിങ്ങൾ ഈ ഫലസ്തീനിലെ കുട്ടികളെ കൊല്ലാൻ വേണ്ടി ഇസ്രായേലിന് കൈമാറിയത് എന്ന മുദ്രാവാക്യം വിളിയുടെ അർത്ഥതലങ്ങൾ ഇപ്പം വല്ലാത്ത രീതിയിൽ ജോ ബൈഡനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലൊക്കെ ഒരു മധ്യശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ കാര്യമെന്ന് പറയുന്നത്, നവംബറിൽ പടിയിറങ്ങുന്ന സമയത്ത് സമാധാനപരമായിരിക്കുന്ന ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് പടിയിറങ്ങണം എന്നാണ് തങ്ങളുടെ ആഗ്രഹം എന്ന് ജോ ബൈഡന്റെ ഓഫീസ് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞിട്ട് പരാമർശം നടത്തിയതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമൊന്നും അല്ല ഉള്ളത്. ഒരു ഭാഗത്ത് സമാധാനത്തിന് ശ്രമം നടത്തുന്നു, മറുഭാഗത്ത് ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നു. ഈ രണ്ട് സ്ഥിതിവിശേഷമാണുള്ളത്. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ നയനിലപാടുകളെയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഒരു നിലപാടിനെയും അംഗീകരിക്കാത്ത രീതിയിൽ ക്രൂര പ്രവർത്തനത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഈ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായ രീതിയിൽ അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ ചർച്ച ചെയ്യുന്നത്. കൃത്യമായ രീതിയിൽ ഒരു മറുപടി പറയാൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സാധിച്ചിട്ടില്ല. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യത്തിന് മറുപടി നൽകണമെന്ന് ജോ ബൈഡനോട് ആവശ്യപ്പെട്ടിട്ടും ഇതിന് കൃത്യമായ രീതി മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയമാണ് പുറത്ത് പറഞ്ഞത് എന്നതിനാൽ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മറുപടി പറയാമെന്നാണ് ഗവൺമെന്റ് തലത്തിൽ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നതാണ്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായിരിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക എന്നതിനോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ പരമാവധി രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാനുള്ള ശ്രമങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് അമേരിക്ക നടത്തുന്നു. അതിലൊക്കെ അമേരിക്ക വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ സ്ഥിതിവിശേഷങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. മറ്റുള്ള രാജ്യങ്ങൾ, അത് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും, അവരൊക്കെ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് ഇറങ്ങി കളിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആ സമയത്ത് അമേരിക്കയുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ അത് സാരമായിട്ട് ബാധിക്കാറുണ്ട്, ഇപ്പോൾ ബാധിച്ചിരിക്കുന്നു. വിശ്വാസപരമായിരിക്കുന്ന കാര്യത്തിൽ അമേരിക്കയിൽ നിന്ന് ഏറെക്കുറെ അറബ് ലോകങ്ങൾ അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ പ്രതിസന്ധി എല്ലാം അതിജീവിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് വേണം? ഇസ്രായേലിൽ യുദ്ധത്തിൽ ജയിക്കണം. യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കണം. അതല്ലാത്ത രീതിയിൽ അമേരിക്ക സഹായിക്കാത്ത ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന്, ഈ മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളതും, രണ്ടാമത് ചൈനയും റഷ്യയും മിഡിൽ ഈസ്റ്റ് ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ലക്ഷ്യമാണ്. ഇത് ഏതൊക്കെയാണ് വിജയിക്കുക എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഏതൊക്കെ വിജയിക്കുമെന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി അമേരിക്കക്കും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തും അമേരിക്കൻ രാഷ്ട്രീയത്തിലൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥപരമായിരിക്കുന്ന സത്യം.